വയനാട്ടിലെ പാവങ്ങൾക്ക് ₹1 പോലും നൽകാത്ത മോദി സർക്കാർ വൻകിട കുത്തക കമ്പനികളുടെ നികുതി നിരക്ക് കുറച്ചതുവഴി 3.14 ലക്ഷം കോടിയാണ് കുത്തക കമ്പനികളുടെ കീശയിൽ നിറച്ചത്. ഇതുകൂടാതെ റവന്യൂ വരുമാനത്തിലെ വെട്ടിക്കുറവ് പരിഗണിച്ച് കേന്ദ്ര ധനമന്ത്രാലയം വിവിധ കമ്പനികൾക്ക് അനുവദിച്ച ഗ്രാന്റ് ഇനത്തിൽ 8 ലക്ഷം കോടിയും കുത്തക കമ്പനികളുടെ പക്കൽ എത്തിച്ചേർന്നു. അതേ മോദി തന്നെയാണ് 2019 മുതൽ 24 വരെയുള്ള 5 വർഷത്തിനിടെ കുത്തക കമ്പനികളുടെ രക്ഷകനായി മാറിയത്. കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ചാണ് പാവങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിച്ചത്. മോദിയുടെ പരിഷ്കാരം വരുന്നതിന് മുമ്പ് 400 കോടി രൂപ വിറ്റുവരവുള്ള സ്ഥാപനത്തിന് 25% നികുതിയായിരുന്നു ചുമത്തിയിരുന്നത്. മറ്റുള്ള വൻകിട സ്ഥാപനങ്ങളിൽ പ്രതിവർഷം 30% നികുതിയും വസൂലാക്കിയിരുന്നു. 2019 വരുത്തിയ അശാസ്ത്രീയ നികുതി പരിഷ്കാരം കുത്തക കമ്പനികളുടെ ലാഭം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കോർപ്പറേറ്റ് നികുതി 22%ലേക്ക് കുറച്ചാണ് മോദി മുതലാളിത്ത താൽപ്പര്യം സംരക്ഷിക്കാൻ ആരംഭം കുറിച്ചത്. കൂടാതെ ആദായ നികുതി നിരക്കിലും സൗജന്യം പ്രഖ്യാപിച്ചു. പുതിയതായി ആരംഭിക്കുന്ന നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് 22%-ലും കുറഞ്ഞ നിരക്കും പ്രഖ്യാപിച്ചു. രാജ്യത്തെ 10 പ്രധാന കമ്പനികളാണ് നികുതി നിരക്ക് കുറച്ചതിൻ്റെ മുഖ്യ ആനുകൂല്യം കരസ്ഥമാക്കിയത്. ആദായ നികുതി ഇളവ് വഴി കുത്തക കമ്പനികൾ 8.22 ലക്ഷം കോടിയുടെ ലാഭം കൊയ്തുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സംഭാവന, ചാരിറ്റബിൾ ട്രസ്റ്റ്, രാഷ്ട്രീയ സംഭാവന, ശാസ്ത്രീയ പരീക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനികൾ അമിത ലാഭം നേടിയത്. പണപ്പെരുപ്പം, വിലക്കയറ്റം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ നട്ടം തിരിയുന്ന മഹാഭൂരിപക്ഷം പൗരന്മാരിൽ നിന്ന് അമിത നികുതി പല പേരിൽ വാങ്ങി ഖജനാവ് നിറയ്ക്കുന്ന അവസരത്തിലാണ് മോദി കുത്തക പ്രേമം തുടരുന്നത്. കുത്തകകളുടെ തോളിൽ കൈയിട്ട് ഇന്ത്യൻ ഖജനാവ് അവർക്ക് അടിയറ വെച്ച് പലതും നേടിയെടുക്കുന്നതിൽ മോഡി ചങ്ങാത്തം സംഘപരിവാറിനെ നന്നായി സഹായിക്കുന്നുണ്ടെന്ന ആരോപണവുമുണ്ട്. മുൻപ് ഹർഷത് മേത്ത കുറ്റാരോപിതനായ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓഹരി, 2G സ്പെക്ട്രം, വോട്ടിന് കോഴ എന്നിങ്ങനെ വൻ കുംഭകോണങ്ങൾ വെളിപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തുന്നതിനെങ്കിലും അക്കാലത്തെ ഭരണാധികാരികൾ തയ്യാറായിരുന്നു. BJP അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മൺ കോഴ വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിലൂടെ പുറത്തായപ്പോഴും അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ തൻ്റെ ഇഷ്ടക്കാർക്കെതിരെ നിരന്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴും പ്രധാനമന്ത്രി മോദി മൗനം പാലിക്കുന്നതും BJP നേതാക്കൾ ന്യായീകരണവുമായി രംഗത്തെത്തുന്നതും ഈ ആരോപണങ്ങളിൽ അവർക്കുകൂടി പങ്കുണ്ടെന്ന് സംശയിക്കുന്നതിന് മതിയായ കാരണമാണ്. അതുകൊണ്ട് ഖജനാവിൽ നിന്ന് ഇവർക്ക് നൽകുന്ന സഹായമെന്ന ദുരൂഹമായ എല്ലാ ഇടപാടുകളും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് വിധേയമാക്കണം.